ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ലോഡ് മെത്തേഡ് ആണ്. ഓക്കെ, യൂണിറ്റ് ലോഡ് മെത്തേഡ് ബീമിലും ഉണ്ട്, അതുപോലെ ട്രസ്സിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ലോഡ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനാണ്. ഡിഫ്ലക്ഷൻ ഓർ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് നമ്മൾ യൂണിറ്റ് ലോഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫ്ലക്ഷൻ ഓർ സ്ലോപ്പ്. ഓക്കെ, ബീമിൽ നമ്മൾ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കും. ഇപ്പോൾ ട്രസ്സിലാണെങ്കിൽ അവിടെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മെത്തേഡ് യൂണിറ്റ് ലോഡ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബീമിൽ എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ബീമിൽ ഡിഫ്ലക്ഷൻ എങ്ങനെ യൂണിറ്റ് ലോഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ഇക്വേഷൻ ആണ് വരുന്നത്, അതായത് ജസ്റ്റ് ഒരു സിംഗിൾ ഇക്വേഷൻ. ആ ഇക്വേഷൻ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഇതാണ്: ഡെൽറ്റ ഓർ തീറ്റ ഈസ് ഈക്വൽ ടു 0 to L ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡ് ബൈ EI ഇൻറ്റു dx. ഓക്കെ, അപ്പൊ ഇതില് ഡെൽറ്റ ഓർ തീറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ ഡിഫ്ലക്ഷൻ ആണ്. ഓക്കെ, ദാറ്റ്സ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ബീം. ഇപ്പം ബീമിലാകുമ്പോൾ അതിലുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പം ഡെൽറ്റ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആണ്, തീറ്റ എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്. സ്ലോപ്പ് അല്ലെങ്കിൽ റൊട്ടേഷൻ ഓഫ് ബീംസ്, അതായത് ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷൻ. ഓക്കെ, അതായത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. നമ്മൾ ഓൾറെഡി ഡെൽറ്റ എന്താണ് തീറ്റ എന്താന്ന് പറഞ്ഞിരുന്നല്ലോ. ഒറിജിനൽ ഇപ്പം ഒരു ബീമിൽ ഒരു പോയിന്റിന്റെ ആ ഒറിജിനൽ പൊസിഷൻ എന്നുള്ള ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബീമിലെ അതിന്റെ ഒറിജിനൽ പൊസിഷനുമായിട്ടുള്ള ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടും ആണ് തീറ്റ ആൻഡ് ഡെൽറ്റ വെച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ അകത്തുള്ള ടേമുകൾ നോക്കിക്കഴിഞ്ഞാൽ EI എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അപ്പൊ E എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. E എന്ന് പറയുന്നത് എന്താണ്? യങ്സ് മോഡുലസ് ആണ്, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ഓക്കെ, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പം EI എന്ന് പറയുന്ന ടേം നമ്മൾ ഒന്നിച്ച് അതിനെ ഫ്ലക്സറൽ റിജിഡിറ്റി എന്ന് പറയാറുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫ്ലക്സറൽ റിജിഡിറ്റി എന്ന് പറഞ്ഞിട്ട് വാല്യൂ തരും, അല്ലെങ്കിൽ ചിലപ്പം ഇയും ഐയും സെപ്പറേറ്റ് തരാം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണോ തരുന്നത് അതിനനുസരിച്ച് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ക്യാപിറ്റൽ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റിന്റെ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ആക്ച്വൽ ലോഡിങ് കണ്ടീഷൻ കാരണമുള്ള ബെൻഡിങ് മൊമെന്റിന്റെ എക്സ്പ്രഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു ഫിഗർ ഇവിടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ദിസ് ഈസ് പോയിന്റ് A, ദിസ് ഈസ് പോയിന്റ് B. അതിന്റെ സെൻട്രലായിട്ട് ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നു വിചാരിച്ചോളൂ. ഓക്കെ, ആ ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് W ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതിന്റെ സ്പാൻ എന്ന് പറയുന്നത് L ആണ്. ഈ W ആക്ട് ചെയ്യുന്നത് കറക്റ്റ് L/2 വിചാരിച്ചോളൂ. ഓക്കെ, അതായത് കറക്റ്റ് സെൻട്രൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ആക്ച്വൽ ലോഡിങ് കണ്ടീഷൻ ആണ്. ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ എന്തായിരിക്കും? ഇപ്പം എയിലും ബിയിലും വരുന്ന റിയാക്ഷൻ, ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എയിലും ബിയിലും വരുന്ന റിയാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എയിൽ വരുന്ന റിയാക്ഷൻ ഞാൻ VA എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു, ബിയിൽ വരുന്ന റിയാക്ഷൻ ഞാൻ VB എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പം ഇത് സിമെട്രിക് ആയതുകൊണ്ട് നമുക്കറിയാം റിയാക്ഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ലോഡ് ഡിവൈഡ് ബൈ 2 ആയിരിക്കും. രണ്ട് സൈഡിലേക്കും അല്ലെങ്കിൽ രണ്ട് സൈഡിലുള്ള സപ്പോർട്ടിലേക്കും ഈക്വൽ ആയിട്ടാണ് ആ റിയാക്ഷൻ വരുന്നത്. അപ്പൊ ടോട്ടൽ ലോഡ് W ആണെങ്കിൽ റിയാക്ഷൻ വരുന്നത് W/2 ആയിരിക്കും. ഓക്കെ, രണ്ട് എൻഡിലേക്കും W/2. ഓക്കെ, അപ്പൊ നമുക്ക് റിയാക്ഷൻ കിട്ടി. ഇനി ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫോം ചെയ്ത്, അപ്പൊ ഇവിടെ ഇതിപ്പോ C എന്ന് പറയുന്ന പോയിന്റ് ആണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇൻ ബിറ്റ്വീൻ AC ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ എന്താ വരാ? AC പോർഷൻ. അത് ഇപ്പൊ ഞാൻ ഒരു X ഡിസ്റ്റൻസ് ഇവിടെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അത് എയുടെയും സിന്റെ ഇടയ്ക്ക് എവിടെയും ആയിക്കോട്ടെ. ഓക്കെ, എവിടെയും ആയിക്കോട്ടെ, A മുതൽ C വരെ. അതായത് ഇവിടെ ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ L/2 വരെ ഏത് സ്ഥലത്തും ആയിക്കോട്ടെ, ആ ഡിസ്റ്റൻസ് X എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ X എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റിന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? അതായത് ആ റിയാക്ഷൻ ഇൻറ്റു ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും ആ കൺസിഡർ ചെയ്തിട്ടുള്ള സെക്ഷനിലേക്ക്, അല്ലെ? അതായത് ഇപ്പൊ X ഡിസ്റ്റൻസ് മാറിയിട്ട് വേണമെങ്കിൽ ഞാനൊരു നെയിമും കൊടുക്കാം, സെക്ഷൻ 1-1 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, 1-1ലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസുമായിട്ട് റിയാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ, അപ്പൊ ബെൻഡിങ് മൊമെന്റ് സെക്ഷൻ 1-1 എന്ന് പറയുന്നത്, അതായത് ഇൻ ബിറ്റ്വീൻ AC, ഓക്കെ, VA ഇൻറ്റു X ആയിരിക്കും. ഓക്കെ, VA എന്ന് പറയുന്നത് W/2 ആയതുകൊണ്ട് W/2 ഇൻറ്റു X. സൈൻ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള സൈൻ കൺവെൻഷൻ, ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് മൊമെന്റ് പോസിറ്റീവും ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവും ആണ്. അപ്പം
വി എ കാരണമുള്ള മൊമെന്റ് പോകുന്നത് അല്ലെ. ഇവിടെ ഈ റിയാക്ഷൻ മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്, നമ്മുടെ സെക്ഷൻ റൈറ്റ് സൈഡിലാണ്. അപ്പൊ മുകളിലോട്ട് വന്ന് റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ പ്ലസ്സിൽ നമുക്ക് എഴുതാം. അപ്പൊ W/2 ഇൻറ്റു എക്സ് എന്നായിരിക്കും ഈ ഒരു പോർഷനിലെ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ വരുന്നത്. ഓക്കെ, ഇനി സിന്റെയും ബിന്റെയും ഇൻ ബിറ്റ്വീൻ എന്ന് നോക്കിക്കേ. സി മുതലാണ് ഞാനിപ്പോ എക്സ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ ഞാനിപ്പോ എ മുതൽ ഈ സെക്ഷൻ ഇത് 2 എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഞാൻ ഇവിടെ എടുക്കുവാണ്. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ എന്തായിരിക്കും? അപ്പം ഇവിടം തൊട്ട് ഇതുവരെയാണ് ഞാൻ എക്സ് എടുക്കുന്നതെങ്കിൽ, ഓക്കെ, അപ്പൊ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വി എ ഇൻറ്റു എക്സ് വരും, മൈനസ് ഇവിടെ ഒരു ഡബ്ല്യു ഉണ്ട് അല്ലെ, അതും കൂടെ ആ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷനിൽ ഇൻക്ലൂഡ് ആവും. അപ്പൊ ഇത് താഴോട്ട് ലോഡ് ആക്ട് ചെയ്യുന്നത് സെക്ഷൻ റൈറ്റിലാണ്. അപ്പൊ താഴോട്ട് വന്ന് ടുവേർഡ്സ് റൈറ്റ് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ മൈനസ് ഡബ്ല്യു ഇൻറ്റു എക്സ് മൈനസ് L/2 എന്ന് വരും അല്ലെ. ഇവിടം തൊട്ട് ഇതുവരെ എക്സ് ആണെങ്കിൽ ഇവിടം തൊട്ട് ഇതുവരെ L/2 ആണ്. അപ്പൊ ഡബ്ല്യു ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് L/2 ആയിരിക്കും, എക്സ് മൈനസ് L/2. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇതായിരിക്കും ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ വരുന്നത്. അതായത് ഇവിടെ രണ്ട് പോർഷനിലും ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ മാറിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ബെൻഡിങ് മൊമെന്റിന്റെ എക്സ്പ്രഷൻ മാറുന്നുണ്ടെങ്കിൽ, ഇവിടെ ജസ്റ്റ് വി എ ഇൻറ്റു എക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എ സി പോർഷനിൽ. ഇവിടെ വന്നപ്പോൾ ഈ ലോഡും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പൊ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷനിൽ അവിടെ മാറ്റം വന്നു. ഓക്കെ, അപ്പം ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷനിൽ ചേഞ്ച് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ പോർഷൻസിൽ ചേഞ്ച്, ഇതിപ്പോ ഇങ്ങനെ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതുപോലെ ലോഡ് എടുത്തുകൊണ്ടാണ്. ഇനി ഇൻ ബിറ്റ്വീൻ വേറെ ലോഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ഓരോ പോർഷനിലും, ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു ഡി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ഒരു പോയിന്റ് ലോഡ് ഉണ്ടായിരുന്നെങ്കിൽ എ മുതൽ ഡി വരെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും, ഡി മുതൽ സി വരെ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യും. അടുത്ത സി മുതൽ ഇവിടെ വേറൊരു പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ, ഇ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ പോയിന്റിൽ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യും. അതായത് ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അത് ആ പോർഷൻസിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫോം ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഇക്വേഷനിൽ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഫോർ ബെൻഡിങ് മൊമെന്റ് ഡ്യൂ ടു ഗിവൺ ലോഡിംഗ് സിസ്റ്റം, അതായത് എക്സ്റ്റേണൽ ലോഡ്. നമുക്കിപ്പോ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കുന്നത് അതിൽ എന്തൊക്കെ ലോഡിങ്സ് ആണോ ഉള്ളത്, അതായത് ആക്ച്വൽ ലോഡിങ്സ്, ഓക്കെ, എന്തൊക്കെയാണോ എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ലോഡ് ഉള്ളത് ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് എ ടു ബി ഒരൊറ്റ എക്സ്പ്രഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ, ഇപ്പൊ ഫുൾ സ്പാനിൽ യു ഡി എൽ ഒക്കെ ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ എമ്മിന് ഒരു എക്സ്പ്രഷനേ ഉള്ളൂ അല്ലെ, അതായത് വി എ ഇൻറ്റു എക്സ് മൈനസ് ഡബ്ല്യു ഇൻറ്റു എക്സ് ഇൻറ്റു X/2 വരുള്ളൂ ഫുൾ സ്പാനിൽ യു ഡി എൽ ആണെങ്കിൽ, ഫുൾ എ മുതൽ ബി വരെ. ഓക്കെ, അപ്പം ഇറ്റ് ഡിപ്പെൻസ്, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നിലധികം എക്സ്പ്രഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ആക്ച്വൽ ലോഡിംഗ് കണ്ടീഷൻ കാരണം ക്രിയേറ്റ് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റിന്റെ എക്സ്പ്രഷൻ ആണ് ക്യാപിറ്റൽ എം എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഫോർ ബെൻഡിങ് മൊമെന്റ് ഡ്യൂ ടു യൂണിറ്റ് ലോഡ് ഓർ യൂണിറ്റ് മൊമെന്റ് അറ്റ് ദ പോയിന്റ് വെയർ ഡിഫ്ലക്ഷൻ ഓർ സ്ലോപ്പ് ഹാവ് ടു ബി ഡിറ്റർമിൻഡ്. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മള് ആക്ച്വൽ ലോഡിംഗ് കണ്ടീഷനും കാരണമുള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫോം ചെയ്തു. ഇനി സ്മോൾ ലെറ്റർ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ലോഡ് മെത്തേഡിൽ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പൊ നമുക്ക് എവിടെയാണോ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത്, ഓക്കെ, ഞാനിപ്പോ അതേ ബീം തന്നെ എടുക്കുവാണ്, എ ബി. ഓക്കെ, ഇപ്പം ഡിഫ്ലക്ഷൻ നിങ്ങൾക്ക് സെന്ററിലാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചു. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റിലാണ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലോഡ്സ് മൊത്തം റിമൂവ് ചെയ്യും. ഇപ്പൊ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തതിന്റെ അകത്ത് എക്സ്റ്റേണൽ ലോഡ് ഡബ്ല്യു മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഡബ്ല്യു റിമൂവ് ചെയ്യും. ഓക്കെ, റിമൂവ് ചെയ്തിട്ട് എവിടെയാണോ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ഞാൻ ഇവിടെ സിയിലാണ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നതെന്ന് വിചാരിച്ചു. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റിലാണ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ട പോയിന്റിൽ, ഓക്കെ, ഇപ്പം വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണെങ്കിൽ ആ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ട സ്ഥലത്ത് വെർട്ടിക്കൽ ആയിട്ട് ഒരു യൂണിറ്റ് ലോഡ് ഞാൻ അസ്യൂം ചെയ്യണം. ഓക്കെ, യൂണിറ്റ് ലോഡ്, യൂണിറ്റ് മാഗ്നിറ്റ്യൂഡിലുള്ള ലോഡ് അസ്യൂം ചെയ്യണം. അതായത് എവിടെയാണോ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത് ആ സ്ഥലത്ത്, ഇപ്പം വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണെങ്കിൽ വെർട്ടിക്കൽ ലോഡ് കൺസിഡർ ചെയ്യണം. ഇനിയിപ്പോ നിങ്ങളോട് സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നെങ്കിൽ, എയിലോ ബിയിലോ സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നെങ്കിൽ, ഇപ്പൊ എയിലുള്ള സ്ലോപ്പ് ആണെങ്കിൽ എയിൽ എന്ത് ചെയ്യണം, ഒരു യൂണിറ്റ് മൊമെന്റ് അസ്യൂം ചെയ്യണം. ഓക്കെ, അതായത് ഏത് ടൈപ്പ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതിപ്പോ റൊട്ടേഷനോ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷനോ, ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, യൂണിറ്റ് ആയിട്ടുള്ള ലോഡ് കൺസിഡർ ചെയ്യണം. ഇപ്പൊ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണെങ്കിൽ അവിടെ യൂണിറ്റ് വെർട്ടിക്കൽ ലോഡ് കൊടുക്കണം. റൊട്ടേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഏത് സ്ഥലത്താണോ റൊട്ടേഷൻ കണ്ടുപിടിക്കേണ്ടത് അവിടെ യൂണിറ്റ് മൊമെന്റ് കൊടുക്കണം. ഓക്കെ, അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിലെ
ഉള്ള ആക്ച്വൽ ലോഡ്സ് ഏതൊക്കെയാണോ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് ഓക്കെ യൂണിറ്റ് ലോഡ് മാത്രമേ വരാൻ പാടുള്ളൂ, നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ചെയ്യേണ്ടത് നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ബീമില് എക്സ്റ്റേണൽ ലോഡുകളെല്ലാം റിമൂവ് ചെയ്തിട്ട് എവിടെയാണോ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അവിടെ യൂണിറ്റ് ലോഡ് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നെങ്കിൽ അവിടെ യൂണിറ്റ് വെർട്ടിക്കൽ ലോഡ് കൊടുക്കാം. ഇനി സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നെങ്കിൽ അവിടെ യൂണിറ്റ് മൊമെന്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫോം ചെയ്യാം. അതായത് ഇപ്പം എ സി എന്ന് പറയുന്ന പോർഷനിൽ എന്തായിരിക്കും അപ്പം ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ വരാം. ഇതിപ്പം L/2 ആണെങ്കിൽ ഡിസ്റ്റൻസ് ടോട്ടൽ സ്പാൻ എല്ലും ലോഡ് ആക്ട് ചെയ്യുന്നത് L/2 ആണെങ്കിൽ സെൻട്രലിലെ ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ സിയിൽ ഞാൻ എന്ത് ചെയ്തു 1 kN ലോഡ് അസ്യൂം ചെയ്തു, അതായത് യൂണിറ്റ് ലോഡ് അസ്യൂം ചെയ്തു. റിയാക്ഷൻ എന്ന് പറയുന്നത് 1/2 ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പം ഇവിടെ വരുന്ന ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ ആക്ച്വൽ ബീമിൽ കൺസിഡർ ചെയ്തിട്ടുള്ള എല്ലാ സെക്ഷൻസിലും നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്യണം. അപ്പൊ ആദ്യം 1/1 ഫോം ചെയ്താൽ 1/2 ഇൻറ്റു എക്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ പോർഷനിൽ. ഇനി രണ്ടാമത്തെ പോർഷനിലും അതേപോലെ തന്നെ എക്സ്പ്രഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തുനിന്ന് എടുക്കാം, റൈറ്റ് നിന്ന് എടുക്കാം. ഞാനിപ്പോൾ ലെഫ്റ്റ് നിന്ന് മാത്രം എടുത്ത് പറഞ്ഞു പോവാണ്. അപ്പൊ ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ എക്സ് ഡിസ്റ്റൻസ് ഇതാണെങ്കിൽ 1/2 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് L/2 എന്ന് വരും. ഓക്കെ, അപ്പൊ യൂണിറ്റ് ലോഡ് കാരണമുള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ നമുക്ക് ഈ രീതിയിൽ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഫോം ചെയ്യുന്ന എക്സ്പ്രഷൻ ആണ് സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ യൂണിറ്റ് മൊമെന്റ് ആണെങ്കിൽ ഇവിടെ വരുന്ന എക്സ്പ്രഷൻ എന്തായിരിക്കും? ഇപ്പം സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ എ സി വരുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് VA ഇൻറ്റു ഇവിടെ റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ VA ഇൻറ്റു എക്സ് വരും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൊമെന്റ് അസ്യൂം ചെയ്തതെങ്കിൽ +1 വരും. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആണല്ലോ. ഓക്കെ, VA ഇൻറ്റു എക്സ് റിയാക്ഷൻ കാരണമുള്ള മൊമെന്റ് പ്ലസ് ഇവിടെ ഓൾറെഡി ഉള്ള ക്ലോക്ക് വൈസ് ഉള്ള മൊമെന്റ്, അതായിരിക്കും ഫസ്റ്റ് പോർഷനിൽ വരുന്ന എക്സ്പ്രഷൻ. രണ്ടാമത്തെ പോർഷനിൽ വരുന്നത് എക്സ് നമ്മൾ ഇവിടെ തൊട്ട് ഇതുവരെയാണ് കൺസിഡർ ചെയ്യുന്നത്, അതും സെയിം തന്നെയായിരിക്കും, VA ഇൻറ്റു എക്സ് പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ആക്ച്വൽ ലോഡിംഗ് കണ്ടീഷൻ പ്രകാരം ഏതൊക്കെ സെക്ഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസ് കൺസിഡർ ചെയ്തോ അതേപോലെ നമുക്ക് എവിടെയാണോ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ടത് അവിടെ യൂണിറ്റ് ലോഡ് അല്ലെങ്കിൽ യൂണിറ്റ് മൊമെന്റ് കൊടുത്തിട്ട് അതേ സെക്ഷൻസിൽ അതായത് അതേ പോർഷൻസിലുള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ നമ്മൾ ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് സ്മോൾ ലെറ്റർ എം, എക്സ്പ്രഷൻ ഫോർ ബെൻഡിങ് മൊമെന്റ് ഡ്യൂ ടു യൂണിറ്റ് ലോഡ് ഓർ യൂണിറ്റ് മൊമെന്റ് അറ്റ് ദ പോയിന്റ് വെയർ ഡിഫ്ലക്ഷൻ ഓർ സ്ലോപ്പ് ഹാവ് ടു ബി ഡിറ്റർമിൻഡ്. അപ്പൊ ഞാനിവിടെ അസ്യൂം ചെയ്ത കാര്യം ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. യൂണിറ്റ് ലോഡ് ഞാൻ താഴോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനിപ്പം അസ്യൂം ചെയ്യുന്ന യൂണിറ്റ് ലോഡ് താഴോട്ട് കൊടുത്തിട്ട് എനിക്ക് കിട്ടുന്ന ആൻസർ അതായത് ഡിഫ്ലക്ഷൻ ഞാൻ കണ്ടുപിടിക്കുന്നത് എനിക്ക് മൈനസിലാണ് കിട്ടിയെങ്കിൽ എന്റെ അസംഷൻ തെറ്റാണ്. ദാറ്റ് മീൻസ് ഡിഫ്ലക്ഷൻ വിൽ ബി അപ്വേർഡ്. ഓക്കെ, അതായത് ഞാൻ യൂണിറ്റ് ലോഡ് കൺസിഡർ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും ഡിഫ്ലക്ഷൻ വരുന്നത്. അതായത് ഞാൻ യൂണിറ്റ് ലോഡ് ഇപ്പോൾ താഴോട്ട് കൺസിഡർ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ മൈനസിലാണ് കിട്ടുന്നതെങ്കിൽ എന്റെ അസംഷൻ തെറ്റാണ്, അതായത് ഡിഫ്ലക്ഷൻ അപ്വേർഡ് ആയിരിക്കും. ഇനിയിപ്പോ ഞാൻ താഴോട്ട് അസ്യൂം ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന ഡിഫ്ലക്ഷൻ ആൻസർ പോസിറ്റീവിൽ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഡിഫ്ലക്ഷൻ ഞാൻ അസ്യൂം ചെയ്ത അതേ ഡയറക്ഷനിലാണ്, അതായത് യൂണിറ്റ് ലോഡ് ഞാൻ ഏത് ഡയറക്ഷനിലാണ് അസ്യൂം ചെയ്തത് അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഡിഫ്ലക്ഷൻസും വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ മൊമെന്റിന്റെ കേസ് ഇപ്പൊ ഞാൻ ക്ലോക്ക് വൈസിൽ മൊമെന്റ് എടുത്തു, എനിക്ക് കിട്ടുന്ന ആൻസർ പ്ലസിൽ കിട്ടുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് അവിടെ റൊട്ടേഷൻ വരുന്നത്. ഇനി മൈനസിലാണ് വരുന്നതെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അവിടെ റൊട്ടേഷൻ വരുന്നത് എന്നുള്ളതാണ്. അതായത് ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്ന യൂണിറ്റ് ലോഡ് അല്ലെങ്കിൽ യൂണിറ്റ് മൊമെന്റ് ഞാൻ ഏത് ഡയറക്ഷനിലാണോ അസ്യൂം ചെയ്യുന്നത് ഓക്കെ ആ ഡയറക്ഷനിൽ തന്നെയായിരിക്കും എനിക്ക് ഉത്തരം കിട്ടുന്നത് പ്ലസിലാണെങ്കിൽ ഡിഫ്ലക്ഷൻ ഓർ സ്ലോപ്പ് വരുന്നത്. ഓക്കെ, ഞാൻ അസ്യൂം ചെയ്തതിന് ഓപ്പോസിറ്റ് ആണ് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്ലോപ്പ് വരുന്നതെങ്കിൽ എനിക്ക് ആൻസർ മൈനസിലായിരിക്കും കിട്ടുക. ഓക്കെ, ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഈ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, യങ്സ് മോഡുലസ് ഓർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഐ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ബി. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് വരുന്നത്. ഇനി ഇതിൽ നിങ്ങൾക്ക് കാണാം എൽ എന്ന് പറയുന്നത്, ഓക്കെ, എൽ എന്ന് പറയുന്നത് 0 to L എന്ന് പറയുന്നത് അതിന്റെ ലിമിറ്റ് ആണ്. ഇതിൽ എൽ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് പോർഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ഏത് മുതൽ ഏത് വരെയാണ്, എ മുതൽ സി വരെയാണ് നമ്മുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ VA ഇൻറ്റു എക്സ് ബാധകമാവുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 to L/2 ആയിരിക്കും. ഓക്കെ, 0 മുതൽ ഇത് എത്ര ഡിസ്റ്റൻസ് വരെയാണ് ഈ ഒരു എക്സ്പ്രഷൻ ബാധകമാവുന്നത് അതാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ 0 to L/2 ആയിരിക്കും. ഇനി അടുത്ത പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ് എടുത്തിരിക്കുന്നത് ഇവിടെ മുതൽ ഈ ബി വരെയുള്ള രീതിയിലാണ് അല്ലെ. അപ്പൊ 0 to L ആയിരിക്കും അവിടെ വരുന്ന
ലിമിറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ എടുക്കുന്ന ആ ഒരു പോർഷന് കറസ്പോണ്ടിങ് ആയിട്ട് ആയിരിക്കും വരിക. അതായത് ഏത് പോയിന്റ് ആണ് ഒറിജിൻ എടുക്കുന്നത്, ആ പോയിന്റ് നിന്നാണ് എക്സ് ഡിസ്റ്റൻസ് എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും ലിമിറ്റ് മാറ്റം വരുന്നത്. ഓക്കെ, അതായത് എവിടെ ആ പോർഷൻ എടുക്കുന്ന പോയിന്റിൽ 0 ആയിട്ട് എടുക്കാം, അതായത് ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ, എന്നിട്ട് അവിടെ മുതൽ ഇതുവരെയാണ് ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ആ പോർഷൻ കഴിഞ്ഞാൽ ഇക്വേഷൻ മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെയാണ് ഒരൊറ്റ ഇക്വേഷനിൽ നിൽക്കുന്നത്, ആ ഒരു പോർഷനെ നമുക്കിവിടെ എല്ലിന്റെ സ്ഥാനത്ത് കൊടുക്കാം, ആ ഒരു ഡിസ്റ്റൻസിന്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പേസി എന്ന് പറയുന്ന പോർഷൻ ആണെങ്കിൽ അവിടെ ലിമിറ്റ്, ഇപ്പോൾ ഒറിജിൻ എ ആണ് ഞാൻ എടുക്കുന്നെങ്കിൽ 0 to L/2 ആയിരിക്കും വരാം. ഓക്കെ, ഇനിയിപ്പം സി ബി പോർഷനിൽ ഞാൻ എക്സ് എയിൽ നിന്നാണ് എടുക്കുന്നെങ്കിൽ എ ആണ് ഒറിജിൻ, അപ്പൊ 0 to L ആണ് വരിക ലിമിറ്റ്. ഓക്കെ, അത് ബി വരെ ബാധകമാണ്, എ മുതൽ ബി വരെ ആ ഒരു ഇക്വേഷൻ ബാധകമാണ്, അപ്പൊ 0 to L ആയിരിക്കും വരാം. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് എടുക്കാം. ഓക്കെ, അപ്പൊ എത്ര പോർഷൻസ് ഉണ്ടോ അത്രയും പോർഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഇവിടെ 2 പോർഷൻസ് ഉണ്ടെങ്കിൽ എ സി എന്ന് പറഞ്ഞൊരു പോർഷൻ, സി ബി എന്ന് പറഞ്ഞൊരു പോർഷൻ ആണെങ്കിൽ ഡെൽറ്റ എന്ന് പറയുന്നത് പോർഷൻ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ പ്ലസ് പോർഷൻ 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ. അതായത് നമ്മൾ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന പോയിന്റിൽ പോർഷൻ 1 കറസ്പോണ്ടിങ് ആയിട്ട് എത്ര കോൺട്രിബ്യൂഷൻ വരും, പോർഷൻ 2 കറസ്പോണ്ടിങ് ആയിട്ട് എത്ര കോൺട്രിബ്യൂഷൻ വരും എന്നുള്ള സെപ്പറേറ്റ് കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ടോട്ടൽ ഡിഫ്ലക്ഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എത്ര പോർഷൻ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടോ അത്രയും പോർഷനിൽ ഈക്വേഷൻ പ്രകാരം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ടോട്ടൽ ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ടോട്ടൽ ഡിഫ്ലക്ഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് തിയറി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പം പറഞ്ഞ കൺസെപ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ അതിന്റെ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പം താങ്ക് യു, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.